കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. ഭൂലോകം പാലാഴിയാക്കി വെളുപ്പിച്ച കാലിയെ പാലിക്കാനൊത്തവണ്ണം, ഭൂലോകം പാലാഴിയാക്കി വെളുപ്പിച്ച കാലിയെ പാലിക്കാനൊത്തവണ്ണം, കോലവും കൈകളിൽ കോലും ചമഞ്ഞങ്ങു ബാലകാലോല വിലോചനായി, ബാലകാലോല വിലോചനായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കാലത്തു മാരുത മന്ദിരം തന്നിലെ ശ്രീലമാം കോവിലിൽ കൺകുളിരേ, കാലത്തു മാരുത മന്ദിരം തന്നിലെ ശ്രീലമാം കോവിലിൽ കൺകുളിരേ, ആലോലം തുള്ളിക്കൊണ്ടാലോലനീയമാം നീലനിലാവിനെ കൈ തൊഴുന്നേൻ, നീലനിലാവിനെ കൈ തൊഴുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഓടക്കുഴലൂതി പീലിക്കുഴൽ കെട്ടി പാലക്കാമോതിരം മാറിലേന്തി, ചേലഴും ചേലയും ഏലസും ചാർത്തി നല്ലോലക്കമോലുന്ന പുഞ്ചിരിയാൽ, ഓലക്കമോലുന്ന പുഞ്ചിരിയാൽ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക, വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്നാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ. നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം അത് വെറും ഒരു ഗ്രന്ഥമല്ല, പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി, ഇതാണ് നമ്മുടെയൊക്കെ ഒരു സങ്കല്പം. ഇത് കേവലം ഒരു പുസ്തകമായിട്ടല്ല കാണുന്നത്, സാക്ഷാൽ ഭഗവാൻ തന്നെ. ആ ഭഗവാൻ ഇപ്പം നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണ് അനുഗ്രഹിക്കാനായി. ഈ ഒരു ഗ്രന്ഥത്തെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കേശാദിപാദം ഭഗവാനെ ധ്യാനിക്കലാണ്. ഇതിലെ അധ്യായങ്ങൾ വായിക്കുക, പേജ് മറയ്ക്കുക പറഞ്ഞാൽ ഭഗവാനെ തലവോട്ടലാണ്. ആ ഒരു ഭാവത്തിൽ വേണം ഭാഗവത്തെ സമീപിക്കാൻ. ഈ ഒരു ശാസ്ത്രം പഠിക്കാൻ, അത് കേൾക്കാൻ ഒക്കെ സാധിക്കുക എപ്പോഴാണ്? ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്
ജന്മജന്മാന്തരങ്ങളിലായിട്ട് ആർജിച്ച പുണ്യത്തിൻ്റെ പാകം കൊണ്ടാണ് ഒരു സത്സംഗം നമുക്ക് കിട്ടുന്നത്. ഭാഗവതം പഠിക്കണം, കേൾക്കണം എന്നുള്ള വിചാരം ഉണ്ടാവുന്നത്. വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. നടത്തണമെന്ന് വിചാരിച്ചു, നടക്കണം എന്ന് ഉറപ്പുണ്ടോ? നമ്മളൊക്കെ എന്തൊക്കെ വിചാരിക്കുന്നുണ്ട്. അത് നടക്കണമെങ്കിൽ അതിലെന്ത് വേണം? ജന്മാന്തരേ ഭവേത് പുണ്യം. അത്രയ്ക്കും സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ, അത്രയ്ക്ക് പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊരു സത്സംഗം അത് നടക്കുള്ളൂ. നമ്മുടെ സങ്കല്പം മാത്രമല്ല, നമ്മുടെ പരമ്പരയിൽപ്പെട്ട അച്ഛനമ്മമാരുടെ, മുത്തശ്ശന്മാരുടെ, മുത്തശ്ശിമാരുടെ അവരൊക്കെ ജപിച്ചതിൻ്റെ ഫലം, അവരൊക്കെ ചെയ്ത തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഒരു സത്സംഗം സംഭവിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു സത്സംഗം ഇവിടെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നടക്കുകയാണ്. 3 ദിവസമായിട്ട് ദശമസ്കന്ധം വായിക്കുക, പാരായണം ചെയ്യുക, വൃത്തിയിൽ വായിക്കുക, പിന്നെ സമയത്തിനനുസരിച്ച് പറയുക. 90 അധ്യായങ്ങളാണ് ദശമസ്കന്ധത്തിൽ. എന്താണ് അപ്പം അതിൻ്റെ ഒരു മാഹാത്മ്യം? ഭാഗവത്തിൽ തന്നെ കാണാം. ഭാഗവത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ പത്മപുരാണത്തിലും സ്കന്ധപുരാണത്തിലും ഉണ്ട്. അതിലെ പത്മപുരാണത്തിൻ്റെ മാഹാത്മ്യം, അതിലത്തെ മാഹാത്മ്യമാണ് അധികം പറയാറ്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കഥയാണ് ദുന്ധുകാരിയുടെ കഥ. വളരെ പ്രസിദ്ധമാണ്. അതാണ് ദശമസ്കന്ധത്തിൻ്റെയും മാഹാത്മ്യമായിട്ട് പറയാറ്. ആത്മദേവൻ്റെ പേരായിട്ടൊരു ബ്രാഹ്മണൻ തുംഗഭദ്രയുടെ തീരത്തായിട്ട് ആത്മദേവൻ്റെ പേരായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആൾ വലിയ യോഗ്യനാണ്. അദ്ദേഹം കല്യാണം കഴിച്ചു. ഭാര്യയുടെ പേര് ദുന്ധുളി എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിഷമം എന്താ ചോദിച്ചാൽ, കല്യാണം കഴിച്ചു പക്ഷെ മക്കളൊന്നുമില്ല. ഈ ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുകയാണ്. അദ്ദേഹം നട്ട ചെടി പോലും കായ്ക്കുന്നില്ല. അദ്ദേഹം ഒരു പശുവിനെ വളർത്തിയാൽ ആ പശു പോലും പ്രസവിക്കില്ല. ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനത്തിന് പോകാറുണ്ട്. വീട് വിട്ട് മാറി നിൽക്കുമ്പോൾ ഒരു സമാധാനം. അമ്പലങ്ങളിലൊക്കെ പോവും, അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കും, പുണ്യക്ഷേത്രങ്ങളിൽ പോയി തൊഴും, പുണ്യനദികളിൽ പോയി മുങ്ങും, ആശ്രമങ്ങളൊക്കെ സന്ദർശിക്കും, ഇടയ്ക്ക് കാട്ടിൽ പോയിരിക്കും. ഒരിക്കലും അദ്ദേഹം അങ്ങനെ കാട്ടിലിരിക്കുന്ന സമയത്ത് ഒരു സിദ്ധനെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെയൊക്കെ കഥ തന്നെയാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ദുഃഖമാവും ഉണ്ടാവുക. എല്ലാവരുടെ ദുഃഖവും ഒന്നായിക്കോളുന്നില്ല. ഇയാളുടെ ദുഃഖം മക്കളില്ല എന്നുള്ളതാണ്. ചിലരുടെ ദുഃഖം കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാവും, ചിലരുടെ ദുഃഖം കല്യാണം കഴിഞ്ഞുള്ളതാവും. ഞാൻ പറയാൻ എന്താ ദുഃഖം എന്നറിയില്ല. കുറേ നോക്കുന്നുണ്ട്, ഡൈവേഴ്സ് ആവണില്ല, എന്താ ചെയ്യണ്ടോ. ഇപ്പോൾ ഈ അടുത്തൊരാൾ ചോദിച്ചു എന്നോട്, എന്താ പറഞ്ഞാൽ അത് ദുഃഖമാണ്, അത് പറ്റണില്ല, ഒരാൾ ഒപ്പിട്ട് കൊടുത്താലല്ലേ ഒഴിവായി കിട്ടുള്ളൂ. അപ്പം ദുഃഖം എന്ന് പറഞ്ഞ സംഗതി എല്ലാവർക്കും ഉണ്ട്. അത് ഓരോ രൂപത്തിലായിരിക്കും, അത്രയേ ഉള്ളൂ. ചിലർക്ക് വീടിൻ്റെ രൂപത്തിലായിരിക്കും, ചിലർക്ക് രോഗത്തിൻ്റെ രൂപത്തിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ദുഃഖം എന്താണെന്ന് പറയുകയാണ്. അജ്ഞാനമാണ് ദുഃഖം. എന്താണ് അജ്ഞാനം? ഏറ്റവും വലിയ പാപം എന്താ? പാപം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അജ്ഞാനം. എന്താണ് പാപം നീങ്ങാൻ പറഞ്ഞാൽ അജ്ഞാനം നീങ്ങിയാൽ മതി, വേറൊന്നും നീങ്ങാനില്ല ഇവിടെ. അജ്ഞാനം നീങ്ങാനാണ് അപ്പോൾ ഈ ഗ്രന്ഥം നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോൾ പാപവും പോവും. പാപം എന്ന് പറഞ്ഞാൽ അജ്ഞാനം തന്നെയാണ് പാപം. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കഥ, മകൻ്റെ രൂപത്തിലാണ് അജ്ഞാനം നിൽക്കുന്നത്. മക്കൾ കല്യാണമുള്ള വിഷമം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. അത് അച്ഛൻ്റെ മാത്രം ദുഃഖം കേട്ടോ, അമ്മയുടെ ദുഃഖമല്ല. അമ്മയ്ക്കത് ദുഃഖമില്ല. ദുന്ധുളിയെ സംബന്ധിച്ച് മകനില്ലാന്നുള്ളതൊരു പ്രശ്നമല്ല. അവളത് ആശ്വാസമായിട്ട് കണക്കാക്കുകയാണ്. പ്രസവിക്കേണ്ടല്ലോ, അതാണ് വിചാരിക്കുന്നത്. ഇനി മക്കളുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് ചെറിയ കുട്ടിയാകുമ്പോൾ ഗർഭത്തിൽ കൊണ്ട് നടക്കുക പറഞ്ഞാൽ തന്നെ പ്രയാസമാണ്. പ്രസവിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പ്രസവിക്കുന്ന സമയത്ത് പ്രയാസമാണ്. ഇനി പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നോക്കണ്ടേ, എത്ര വയസ്സ് വരെ നോക്കണം, അത് പ്രയാസമാണ്. 1, 2 അത് അവിടെ തന്നെ പാസ്സാക്കി അത് വൃത്തിയാക്കണം. രാത്രി ഉറങ്ങാൻ സാധിക്കില്ല, അതിൻ്റെ കീ എന്നുള്ള ശബ്ദം. ഇതൊക്കെയാണ് ആര് ചിന്തിക്കുന്നത്? ആ സ്ത്രീ ചിന്തിക്കുന്നത്. ഇന്നും അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകൾ കുറേ ഉണ്ട്, ധാരാളമുണ്ട്. ഇപ്പം പ്രസവം ഒരു രോഗമായിട്ട് കണക്കാക്കാറുണ്ട്. പണ്ടങ്ങനെയല്ല, അതൊരു വലിയൊരു കഴിവായിട്ടും ഭഗവാന്റെ കാരുണ്യമായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് അവൾ പ്രസവിക്കാതിരുന്നത് നന്നായി എന്ന് കണക്കാക്കി. നന്നായി കുട്ടികളെ നോക്കേണ്ട ബുദ്ധിമുട്ട് എനിക്കില്ലല്ലോ എന്നാണ് അവൾ കണക്കാക്കിയത്. പക്ഷേ ഈ ബ്രാഹ്മണൻ അങ്ങനെയല്ല. വലിയ വിഷമം, തൻ്റെ തേവാരം മുടങ്ങാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. തൻ്റെ കാലശേഷം അതാര് നടത്തും? ഇതാണ് സങ്കല്പം. എന്താണ്? സ്വത്തിൻ്റെ കാര്യമില്ല, ഇതാണ് സ്വത്ത്. തൻ്റെ തറവാട്ടിലെ പൂജ ഇതുവരെ ഇങ്ങനെ മുടങ്ങാണ്ട് വന്നു, തനിക്ക് ശേഷം അതാര് ചെയ്യും? ഈ ഒരു സങ്കല്പം. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഒരു സിദ്ധനെ കാട്ടിൽ വെച്ച് കണ്ടു. ആ സിദ്ധനെ കണ്ടപ്പോൾ അടുത്ത് പോയി തൊഴുത് നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, എൻ്റെ വിഷമം അങ്ങ് മാറ്റിത്തരണം. ഞാൻ ഒരു പശുവിനെ വളർത്തിയാൽ അത് പ്രസവിക്കില്ല, ഒരു ചെടി നട്ടാൽ അത് പുഷ്പിക്കില്ല. എൻ്റെ വിഷമം എന്താ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ വിഷമം എന്താ വെച്ചാൽ മക്കളില്ലാത്തതല്ല. അത് അങ്ങ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വിഷമം എന്താണ്? മക്കളില്ലാത്തതല്ല. അങ്ങയുടെ വിഷമം അജ്ഞാനമാണ്. എന്താണ്? അത് നീങ്ങിയാൽ മതി. അജ്ഞാനം നീങ്ങാനായിട്ട് പ്രാർത്ഥിക്കണം, അതാണ് വേണ്ടത്. രാജാവേ, മുഞ്ചാജ്ഞാനം, അല്ലയോ ബ്രാഹ്മണ, മുഞ്ചാജ്ഞാനം പ്രജാരൂപം. അജ്ഞാനം ഇപ്പം അങ്ങയുടെ മുന്നിൽ പ്രജയുടെ രൂപത്തിൽ, മകൻ്റെ രൂപത്തിൽ നിൽക്കുകയാണ്. അതങ്ങോട്ട് നീക്കുക, അത്രയേ വേണ്ടൂ. അതിനാണ് അങ്ങ് ശ്രമിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് കാരണം പറഞ്ഞാൽ നമുക്കത് വ്യക്തമാവില്ല, നമുക്കത് മനസ്സിലാക്കാൻ താല്പര്യമില്ല.
നമുക്കും തുച്ഛങ്ങളായിട്ടുള്ള നേട്ടം വേണമെന്നല്ലേ ഉള്ളൂ, അതല്ലേ ആഗ്രഹമുള്ളൂ. സമാധാനമായിട്ടിരിക്കണം എന്ന് പറയുമെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞത് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളത് സത്യം. നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീക്കും, കുളിക്കും, ജപിക്കും ഒക്കെ ഉണ്ടാവും, ഭാഗവതം വായിക്കും. സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടോ ചോദിച്ചാൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹം ഇടയ്ക്ക് ദുഃഖം വേണ്ടേ, എരിവും പുളിയൊന്നും ഇല്ലാണ്ട് എന്ത് ജീവിതം അല്ലേ? അതല്ല നമ്മുടെ ഒരു രീതി. നമ്മൾ പറയുമ്പോൾ സമാധാനത്ത് പറയുമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടണമൊന്നുമില്ല. നമുക്ക് ഇടയ്ക്കൊരു ദുഃഖം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരുന്നത്. ശാന്തി മാത്രമാണ് ആഗ്രഹിക്കുന്നത്, അത് വരും. നമുക്ക് ദുഃഖവും സുഖവും മാറി മാറി വരണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് മാറി മാറി വരുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണ അങ്ങ് മനസ്സിലാക്കേണ്ടത്, അങ്ങയുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്, കുട്ടിയില്ലാത്തതല്ല പ്രശ്നം. അങ്ങനെ അങ്ങ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയട്ടെ, മകനില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നമെങ്കിൽ അങ്ങൊന്ന് ആലോചിച്ച് നോക്കും മക്കളുള്ളവരുടെ കഥ. നമുക്കിപ്പോൾ മകനില്ല എന്നുള്ളതാണ് ദുഃഖമെങ്കിൽ മക്കളുള്ളവരുടെ കഥയൊക്കെ ഒന്ന് ചിന്തിക്കുക. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ആണോ? കുട്ടികളുള്ളവരൊക്കെ സുഖമായിട്ടിരിക്കുകയാണോ? അന്വേഷിച്ചാൽ മനസ്സിലാവും കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെയും വരാലോ. എനിക്കങ്ങനെ ഒന്നുമില്ല, ഭാഗ്യം എന്ന് കണക്കാക്കിയാൽ പോരെ. അപ്പം അതുകൊണ്ട് വിഷയങ്ങളോട് എന്തിനോടെങ്കിലും നമുക്കൊരു താല്പര്യവും വല്ലാത്തൊരാശയും തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. കല്യാണം കഴിക്കണം എന്നുള്ള വിചാരം തീവ്രമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് ബുദ്ധിമുട്ടുന്നവരെ കണ്ടാൽ എന്ത് തോന്നും? നന്നായിട്ട് കഴിക്കാനോ അല്ലെ, അങ്ങനെ കഴിക്കേണ്ടെന്നല്ല അർത്ഥം. ഇങ്ങനെ ചിന്തിക്കുക. അത് വന്നാലുള്ള ബുദ്ധിമുട്ടിനെ പറ്റി, ജോലി വേണം എന്ന് പറഞ്ഞ് ക്ലേശിക്കുമ്പം ജോലി കിട്ടിയിട്ട് കഷ്ടപ്പെടുന്നവരെ പറ്റി ചിന്തിക്കുമ്പോൾ എന്ത് തോന്നും? നന്നായിട്ടും ഇല്ല. ഇങ്ങനെ ഓരോന്നും അങ്ങനെ ചിന്തിക്കുക. എന്നിട്ടോ സമാധാനമായിട്ടിരിക്കുക. നമ്മുടെ ഉദ്ദേശം എന്താ? സമാധാനമായിട്ടിരിക്കുക. അതാണ് മുഖ്യം. നമ്മൾ ഇതൊക്കെ ഉണ്ട്, അസ്വസ്ഥമായിട്ടിരുന്നാൽ പറ്റുമോ? ജോലിയുണ്ട്, കല്യാണമുണ്ട്, കുട്ടിയുണ്ട്, ഒരു അസ്വസ്ഥനായിട്ടിരിക്കാൻ എന്ത് കാര്യമാണ്? അതുകൊണ്ട് സമാധാനമാണ് ലക്ഷ്യം. അങ്ങ് നോക്കൂ, അങ്ങേക്ക് കുട്ടിയില്ല എന്നല്ലേ ഉള്ളൂ, എനിക്ക് കല്യാണം തന്നെ കഴിഞ്ഞിട്ടില്ല, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ സമാധാനമായിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ കേട്ട സമയത്ത് ആത്മദേവൻ പറഞ്ഞു, തനിക്ക് അങ്ങനെ പറയാം, തന്നെ പോലെയല്ല ഞാൻ, എനിക്ക് വലിയ പ്രയാസമുണ്ട്, എൻ്റെ ദുഃഖം അങ്ങ് മാറ്റിത്തരണം, എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയൂ, എനിക്കിനി ഭാവിയിൽ കുട്ടികളുണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? അദ്ദേഹം തലയെ കൈവച്ചു സിദ്ധൻ. അപ്പം 7 ജന്മം അങ്ങോട്ട് കണ്ടു. എത്ര? അദ്ദേഹം പറഞ്ഞു, അതേ ആത്മദേവ, ഞാനൊന്ന് പറയട്ടെ, അങ്ങ് വിഷമിക്കാൻ പാടില്ല, അങ്ങക്ക് 7 ജന്മത്തേക്ക് കുട്ടികളുണ്ടാവില്ല. എന്താണ്? വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഭാവി അറിയാനുള്ള ത്വര കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നമാണ്. ഭാവി അറിയാണ്ടിരിക്കുക നല്ലത്. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പോയി അറിഞ്ഞാൽ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാം അല്ലേ? ഇത് മാറ്റാൻ പറ്റില്ലെങ്കിൽ വെറുതെ അറിയണത്. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, ഡെത്ത് അറിഞ്ഞാലോ എന്ത് ചെയ്യും? സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ? നേരവണ്ണം കാപ്പി പിടിക്കാൻ പറ്റുമോ? ഇത് അറിയാണ്ടിരിക്കലാണ് ലാഭം. അതുകൊണ്ട് ഭാവി അറിയാൻ വേണ്ടി പുറപ്പെടരുത്. ഇപ്പോൾ ഇവിടെ എന്തേ ഉണ്ടായി ചോദിച്ചാൽ, ഈ ആത്മദേവൻ തൻ്റെ ഈ ജന്മത്തിലെ കഥ എന്തോ ആവട്ടെ കരുതിയാൽ മതി. വെറുതെ ചോദിച്ചു ഇനി എന്താ അവസ്ഥ എന്ന്. അദ്ദേഹം പറഞ്ഞു, 7 ജന്മത്തേക്ക് അങ്ങക്ക് മക്കളുണ്ടാവില്ല. ഇതറിഞ്ഞപ്പോഴേക്ക് അധികം ദുഃഖമായി. അതങ്ങോട്ട് കേട്ടതും അദ്ദേഹം നേരെ ആ അടുത്തുള്ള പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടു. അത് സിദ്ധന് വിഷമമുണ്ടാക്കി. താൻ ഈ പറഞ്ഞതിൻ്റെ മുകളിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുക പറഞ്ഞാൽ വിഷമല്ലേ? ആ സിദ്ധൻ വേഗം ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പഴം പറിച്ചു കൊടുത്തു. എന്ത് പഴമെന്ന് പറയണില്ല, മാങ്ങയോ ആയിരിക്കും. ഒരു പഴം കൊടുത്തിട്ട് പറഞ്ഞു, തൽക്കാലം ഇത് കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുക്കുക, താൻ നേരെയാവും. സിദ്ധൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, തൽക്കാലം ഇയാൾ തൻ്റെ മുന്നിൽ നിന്ന് അത്രയേ ഉള്ളൂ. അല്ലാതെ മാങ്ങ കൊടുത്താൽ സിദ്ധൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി പറഞ്ഞാൽ, മഹാത്മാക്കൾ പറഞ്ഞാൽ വെറുതെ ആവുമെന്ന് തോന്നുന്നുണ്ടോ? സിദ്ധൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് സത്യമാക്കുകയാണ്. ഋഷീണാം പുനരാദ്യാനാം വാചമർത്ഥോനുധാവതി. ഋഷിമാരും കവികളൊക്കെ ഭക്തന്മാരൊക്കെ വാക്ക് പറയുക, അത്രയേ ഉള്ളൂ. അർത്ഥം പിന്നാലെ വരിക ചെയ്യുക. എന്താണ്? നമ്മൾ ആ ഡിക്ഷണറിയൊക്കെ നോക്കി അർത്ഥമൊക്കെ മനസ്സിലാക്കി പറയും, നേരെയാവില്ല. ഇതങ്ങനെയല്ല, അവരങ്ങോട്ട് പറയും, അർത്ഥം പിന്നാലെ വരികയാണ്. അതാണ് തപസ്സികളുടെ അവരുടെ പ്രത്യേകത. ഇദ്ദേഹം പറഞ്ഞു, കൊണ്ടുപോയിക്കോളൂ, ഈ പഴം കൊടുത്തോളൂ, അങ്ങേക്ക് വിഷമങ്ങളൊക്കെ തീരും, അങ്ങേക്ക് ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞ് തൽക്കാലം ആ ബ്രാഹ്മണനെ സമാധാനിപ്പിച്ചു. പറയുമ്പം ശ്രദ്ധിക്കണം കേട്ടോ, ഈ പഴം കഴിക്കുമ്പോൾ കുറച്ച് നിഷ്ഠയൊക്കെ വേണം. കളവ് പറയാൻ പാടില്ല, ധർമ്മം അനുഷ്ഠിക്കണം, കുറ്റം പറയാൻ പാടില്ല, ആരെയും ശപിക്കാൻ പാടില്ല, ദേഷ്യപ്പെടരുത് ഒക്കെ ചില മര്യാദകളൊക്കെ പറഞ്ഞു. ഇതൊക്കെ ശീലിച്ചാൽ തന്നെ നമുക്ക് എന്തുണ്ടാവും? പിന്നെ ദുഃഖമൊന്നും നേരെയായി. ഈ വക ദോഷങ്ങളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാവും. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും മക്കളില്ലെങ്കിലും ഒക്കെ. ഇതൊക്കെ ഉള്ളപ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. ഏതായാലും അങ്ങനെ അദ്ദേഹത്തെ ആ പഴം കൊടുത്ത് പറഞ്ഞു വിട്ടു. വലിയ സന്തോഷത്തോടു കൂടി ഈ ബ്രാഹ്മണൻ തൻ്റെ ദുന്ധുളി ഭാര്യയെ പോയി കണ്ടു. എനിക്കൊരു സിദ്ധൻ പഴം തന്നിട്ടുണ്ട്, നീ ഇത് കഴിക്കുമോ? അങ്ങനെ വെച്ചാൽ പ്രസവിക്കും, നമുക്കൊരു ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷിച്ചു. ഭാര്യ അദ്ദേഹത്തിൻ്റെ
ആ കയ്യിലുള്ള പഴം കണ്ടപ്പോൾ വലിയ ഇഷ്ടമായില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഇയാൾ പഴം കൊണ്ട് വന്നിട്ടുണ്ട്, ഇത് കഴിച്ചാൽ പ്രസവിക്കല്ലേ പിന്നെ എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിച്ചു. ഒന്നും പുറമേക്ക് പറഞ്ഞില്ല. രാമൻ അങ്ങോട്ട് പോയ സമയത്ത് അവൾ ചിന്തിച്ചു, ഈ പഴം ആർക്ക് കൊടുക്കും? ഗോശാലയിൽ പശു കരയണത് കണ്ടപ്പം പശുവിന് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ആലേക്ക് വലിച്ചെറിഞ്ഞു. നോക്കട്ടെ പ്രസവിക്കുമോ നോക്കട്ടെ. ആര്? പശു പ്രസവിക്കുമോ നോക്കട്ടെ. സിദ്ധൻ പഴം കൊടുത്തു അത്രേ. ഇതാണ് അവളുടെ മനോഭാവം. ആത്മദേവന് വലിയ ഭക്തി ശ്രദ്ധയൊക്കെ ഉണ്ട്. ദുന്ദുളിക്കോ ഒട്ടും ലവലേശ ശ്രദ്ധയില്ല. ഒരു നിഷേധിയാണ്. സ്വവാക്യ സ്ഥാപിക, എപ്പോഴും താൻ പറഞ്ഞത് സ്ഥാപിക്കാൻ ശ്രമിക്കും. കാണാനൊക്കെ സൗന്ദര്യമുണ്ട്, സുന്ദരിയൊക്കെയാണ്. എപ്പോഴും കലഹപ്രിയ, കലഹം ഉണ്ടാക്കാനാണ് ഇഷ്ടം. എല്ലാവരും സമാധാനമായിട്ട് കഴിയുമ്പോൾ ഇവളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. എന്നും ഇങ്ങനെ കലഹം വീട്ടിൽ വേണം എന്നൊരു വിചാരക്കാരിയാണ് ആര്? ഈ ദുന്ദുളി. ഇങ്ങനെ എന്ത് ചെയ്യണം ഇനി ആ ബ്രാഹ്മണനോട് എന്ത് പറയുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തൻ്റെ അനിയത്തി വീട്ടിലേക്ക് വന്നപ്പോൾ ഈ കാര്യം ആര് പറഞ്ഞു? ദുന്ദുളി പറഞ്ഞു. ഇങ്ങനെ തൻ്റെ ഭർത്താവ് ഇപ്പം മക്കളില്ലാണ്ട് വിഷമിക്കുന്നത് കണ്ടപ്പോഴേ ഒരു പഴം കൊണ്ട് വന്നിട്ടുണ്ട്, അത് കഴിച്ചാൽ പ്രസവിക്കത്ര, ഞാനത് കഴിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവള് പറഞ്ഞു, നീ കഴിക്കാൻ നന്നായി, നിനക്കിപ്പോൾ ഒരു കുട്ടി വേണമെന്നല്ലേ ഉള്ളൂ, എനിക്ക് ആ 8-10 മക്കളുണ്ട്, ഇപ്പം ഞാൻ ഗർഭിണിയാണ്, ഈ ഉണ്ടാവുന്ന കുട്ടിയെ നിനക്ക് അങ്ങോട്ട് തന്നേക്കാം, നീ നിൻ്റെ എന്ന് പറഞ്ഞാൽ മതി. ആരെ പറ്റിക്കാൻ? ഭർത്താവിനെ പറ്റിക്കാൻ ഉള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് അനിയത്തി. പിന്നെ എന്താ വെച്ചാൽ ചില്ലുവാനും എൻ്റെ ഭർത്താവിന് കൊടുത്താൽ മതി, കുട്ടിക്ക് വെറുതെ ഒന്നുമല്ല, എഴുത്തനിയത്തിയ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ കുട്ടിയെ ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. അതും ഭാഗ്യമായിട്ട് ആര് കണക്കാക്കി? നന്നായി. അതായാലും ഇങ്ങനെ ഭർത്താവിനെ പറ്റിക്കാലോ വിചാരിച്ചു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞ് ആരെ പറ്റിച്ചു? ഭർത്താവ് വലിയ സന്തോഷമായി, ഭാര്യ ഗർഭം ധരിച്ചു എന്നങ്ങോട്ട് കേട്ടപ്പോഴേക്ക് അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി. പിന്നെ അദ്ദേഹം താടി പഠിക്കില്ല, മുടി വെട്ടില്ല, ദീക്ഷ. ഉണ്ടാവണ കുട്ടി സൽസന്താനമാവണം എന്നൊരു സങ്കല്പം, പണ്ടത്തെ ഒരു സമ്പ്രദായം അത്. ഗർഭം ധരിച്ചു എന്ന് കേട്ടാൽ പിന്നെ അമ്പലങ്ങളൊക്കെ സന്ദർശിക്കുക, മഹാത്മാക്കളെ കണ്ട് നമസ്കരിക്കുക, നെയ്യൊക്കെ ജപിച്ച് കൊടുക്കുക, സഹസ്രനാമം ജപിച്ച് കേൾപ്പിക്കുക, പുരുഷ സൂക്തം ജപിച്ചിട്ട്. കാരണം സങ്കല്പം ഉണ്ടാവണ കുട്ടി നന്നാവട്ടെ, ലോകത്തിന് ഉപദ്രവമുള്ളതാവരുത്, ഉപകാരം ചെയ്യണതാവണേ എന്നൊരു സങ്കല്പം പണ്ടൊക്കെ സൽസങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി. എപ്പോഴും നല്ലൊരു സങ്കല്പം പിന്നിലുണ്ടാവും. മക്കൾ ഉണ്ടായി പോവല്ല, ഉണ്ടാക്കുകയാണ്. എന്താണ് പക്ഷെ വ്യത്യാസം കിട്ടുക? സൽസന്താനത്തെ ഉണ്ടാക്കുകയാണ് എന്നാണ്. സൃഷ്ടി എപ്പോഴും തപസ്സിൽ നിന്നാവും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പം മക്കളെ കാണുമ്പോഴാണ് നല്ലതൊന്നും ആവായിരുന്നുല്ലേ എന്ന് പിന്നെ ചിന്തിക്കുകയാണ്. കുറച്ചൊക്കെ ഭാഗവതം കേൾപ്പിക്കായിരുന്നുല്ലേ, ഭാര്യ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ലേശമൊക്കെ ഭാഗവതമൊക്കെ ഒന്ന് കേൾപ്പിക്കായിരുന്നുല്ലേ എന്ന് പിന്നെ ആലോചിക്കുകയാണ്. അതാണ് അതിൻ്റെയൊക്കെ പ്രത്യേകത. അങ്ങനെ അദ്ദേഹം തീർത്ഥാടനമായിട്ട് നടന്നു. ഇടയ്ക്ക് ചില ചടങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ അടുത്തേക്ക് വരുന്നല്ലാതെ ആ സമയത്ത് ഭാര്യ പറ്റിക്കും, വല്ല ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ച് സാരി എടുത്താൽ മനസ്സിലാവും. അദ്ദേഹം അടുത്തങ്ങനെ ഇരിക്കും, ഒക്കെ നമുക്ക് മന്ത്രമൊക്കെ ജപിക്കും, ഹോമിക്കും, ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ പ്രസവിച്ച് വാർത്ത അറിഞ്ഞ് ഓടി വരികയാണ് ആര്? ഈ ആത്മദേവൻ. അപ്പം അച്ഛൻ്റെ കയ്യിൽ കുട്ടിയെ കൊടുക്കും. ഏത് കുട്ടിയെ കൊടുത്തത്? അനിയത്തിയുടെ കുട്ടിയെ കൊടുത്തത്. തൻ്റെ കുട്ടിയാന്ന് കരുതി അടുത്ത് എത്തി തൻ്റെ മടിയിൽ വെച്ചു. അദ്ദേഹം പേരിട്ടു, അമ്മയുടെ അതേ പേരിനോട് ചേർന്നും കൊണ്ടൊരു പേര്. അമ്മയുടെ പേര്, ഭാര്യയുടെ പേരെന്താ? കേട്ടില്ല. എന്താ? ദുന്ദുളി. ഉറക്കം പറഞ്ഞാൽ മതി. ശരിക്കും അങ്ങനെയുള്ള പേരിനിടരുതെന്നാണ് പറയുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാകുമ്പോൾ. ആൺകുട്ടികൾക്ക് തന്നെ സുഖോദ്യം, സുസ്പഷ്ടം മനു പറയും. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം തോന്നണം. അധികം ബുദ്ധിമുട്ടുള്ള പദങ്ങളാവരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പേരിടുമ്പോൾ എന്ത് വേണം? നീട്ടി വിളിക്കാൻ പാകത്തിനുള്ള പേരിടണം എന്നൊക്കെ പറയുക. ഇതിട്ട് തന്നെ എന്താ? ദുന്ദുളി എന്ന പേരിട്ട് തന്നെ സ്വഭാവത്തെ കാണിക്കുകയാണ്. അപ്പം അവരുടെ മകൻ ആ പേരിനോട് ചേർന്നുകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ദുന്ധുകാരി എന്ന് പേരിട്ടു ആത്മദേവൻ. അപ്പോഴാണ് ഗോശാലയിലുണ്ടായ ഒരു അത്ഭുതം. പശു പ്രസവിച്ചു. പഴം കഴിച്ചിട്ടേ പശു പ്രസവിച്ചു. എന്താ ആ ഉണ്ണി? അത് ആൺകുട്ടിയാണ്, മനുഷ്യക്കുട്ടിയാണ്. പശുവിൻ്റെ കുട്ടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വഭാവം അമ്മയെപ്പോലുള്ളത് ചെവിക്ക് മാത്രമാണ്. ചെവി മാത്രം അങ്ങനെ പശുവിൻ്റെ ചെവി പോലെയാണ്. അതുകൊണ്ട് ആ ഉണ്ണിക്കും തൻ്റെ ഉണ്ണിയായിട്ട് കണക്കാക്കി മടിയിൽ വെച്ചിട്ട് പേരിട്ടു ഗോകർണഹ. ശരിക്കും പറഞ്ഞാൽ അതാണ് ആരുടെ ഉണ്ണി? അതാണ് ആത്മദേവൻ്റെ ഉണ്ണി. എന്നാണ്. ചെവി പശുവിനെ പോലെ ആയതുകൊണ്ട് ഗോകർണൻ. ഗോ എന്ന് പറഞ്ഞാൽ ഗോ ആണ് കൗ എന്ന് ഇംഗ്ലീഷിലായത്. ഗോ എന്നാണ്. ഗൗ എന്നാണ് സംസ്കൃതത്തിൽ പറയുക. ഗൗ, ഗാവഹ. ഗൗ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ എന്തായി? കൗ എന്നായി. മാതൃ എന്നുള്ളത് ഇംഗ്ലീഷിൽ മദറായി. പിതൃ എന്നുള്ളത് ഇംഗ്ലീഷിൽ ഫാദർ എന്നായി. ഓക്കെ. ദ്വാരം എന്നുള്ളത് ഇംഗ്ലീഷിൽ ഡോർ എന്നായി. വിധവ എന്നുള്ളത് ഇംഗ്ലീഷിൽ വിഡോ എന്നായി. ഓക്കെ. ഇംഗ്ലീഷൊക്കെ ഇവിടുന്ന് ഉണ്ടായി, ഒക്കെ ഇവിടുന്ന് തന്നെയാണ് ഉണ്ടായതെന്ന് അർത്ഥം. അപ്പോൾ ഏതായാലും അങ്ങനെ ഗോകർണൻ, പശുവിൻ്റെ ചെവി പോലുള്ള ചെവിയുള്ളവൻ എന്നർത്ഥം. അത് മാത്രമല്ല, സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഗോ എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥമുണ്ട്. എന്താർത്ഥം? വേദം, അറിവ് എന്നർത്ഥമുണ്ട്. കർണം എന്ന് പറഞ്ഞാൽ ചെവി. വേദം ശ്രവിക്കുന്നവൻ, ശാസ്ത്രത്തിൽ ശ്രദ്ധയുള്ളവൻ, ഭാഗവതം കേൾക്കുന്നവൻ. ബന്ധുകാരിയോ?
ജീവിവത്തും ഭാഗവതം കേട്ടാൽ. അതാണ് വ്യത്യാസം. ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദുന്ധുകാരി മഹാഖല. ഗോകർണൻ പണ്ഡിതനാണ്, ജ്ഞാനിയാണ്. ദുന്ധുകാരി ആവട്ടെ മഹാഖല, മഹാദുഷ്ടൻ. രണ്ട് കുട്ടികളും ഒരേ പ്രായം അങ്ങനെ വളർന്നു വരികയാണ്. ഗോകർണൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും, കുളി ജപം ഒക്കെ ഉണ്ട്. ആരും പഠിപ്പിച്ചതല്ല, ആരും നിർബന്ധിച്ചിട്ടുമല്ല, അങ്ങനെ ചെയ്യും. ദുന്ധുളിയോ ദുന്ധുകാരിയോ എത്ര നിർബന്ധിച്ചാലും രാവിലെ എണീക്കൂല, വല്ലേക്കൂല, കുളിക്കൂല. ഇങ്ങനൊരു സ്വഭാവം. മുട്ടുകുത്തി നടക്കുമ്പം തന്നെ ചെറിയ ജന്തുക്കളൊക്കെ തച്ചു കൊല്ലും. ആര്? ദുന്ധുകാരി. എങ്ങനെ ഈ സ്വഭാവം കിട്ടി? അച്ഛൻ്റെ അല്ല, എവിടെ കിട്ടിയ അച്ഛൻ്റെ അല്ല. എന്തായാലും അങ്ങനെ ഒരു സ്വഭാവം. കുറച്ചും കൂടി ഇങ്ങോട്ട് വലുതായി നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും പ്രായമുള്ളവരെ കണ്ടു കാണാത്തവരൊക്കെ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് കൈകൊട്ടിച്ചിരിക്കുക. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ സന്തോഷിക്കുക. ഇങ്ങനെയൊരു സ്വഭാവം ആർക്ക്? ദുന്ധുകാരിക്ക്. എന്നാൽ ഗോകർണനോ മറ്റുള്ളവരുടെ വിഷമം കാണാൻ വയ്യ. ഇങ്ങനെയൊരു സ്വഭാവം. ഒരു ചെടി ഉണങ്ങിക്കിടക്കുന്നത് കണ്ടാൽ വെള്ളം നനയ്ക്കാണ്ട് മുന്നോട്ട് പോകാൻ വയ്യ. ഇങ്ങനെയൊരു സ്വഭാവമാണ് ആർക്ക്? ഗോകർണൻ. രണ്ടുപേരും ഇരുട്ടും വെളിച്ചും പോലെ. ഗോകർണ പണ്ഡിതോ ജ്ഞാനി. ഗോകർണൻ പണ്ഡിതനാണ്, ജ്ഞാനിയാണ്. ദുന്ധുകാരി മഹാഖല. ദുന്ധുകാരി മഹാദുഷ്ടനായിട്ട് വളർന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞില്ലേ, എവിടെയാണ് അച്ഛാ കാശ് വെച്ചത്? ആരോട്? ആദ്യമൊക്കെ ചീത്ത പറയലായി, പിന്നെ തല്ലലുമായി. ആരെ? അച്ഛനെ തല്ലാൻ തുടങ്ങി. ആത്മദേവൻ മനസ്സിൽ പറയുകയാണ് കഷ്ടം. അന്ന് സിദ്ധൻ പലതവണ പറഞ്ഞതാ, വേണ്ട വേണ്ട വേണ്ട, അങ്ങയുടെ യോഗം 7 ജന്മത്തേക്ക് ഉണ്ണി ഉണ്ടാവില്ല എന്നാണ് ചോദിച്ച് വാങ്ങിയത് ഞാൻ, ഇങ്ങനെ ഒരുത്തനെ എന്ന് ഉള്ളിൽ പറയുന്നുണ്ട്. വലിയ വിഷമമുണ്ട്. എന്തായാലും മകൻ്റെ തല്ലുകൊണ്ട് ചാവണ്ട എന്നാര് കണക്കാക്കി? ആ അച്ഛൻ കണക്കാക്കി മെല്ലെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടേക്ക് ആര് വന്നു? ഗോകർണൻ അടുത്തേക്ക് വന്ന് അച്ഛനെ തലോടി കെട്ടിപ്പിടിച്ചു. അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, ഇനി ഇവിടെ നിൽക്കണ്ട, ഇത്രയൊക്കെ പ്രായമായില്ലേ, 10-60 വയസ്സ് കഴിഞ്ഞു. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിൽക്കരുത്. നിൽക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഭാഗവതമൊക്കെ വായിച്ചുകൊണ്ട് നിന്നാൽ കുഴപ്പമില്ല. അതല്ലാണ്ട് ടി വിയും കണ്ട് നിൽക്കുകയെന്ന് വെച്ചാൽ ചീത്ത കേൾക്കേണ്ടി വരും, തല്ല് കൊള്ളേണ്ടി വരും. അച്ഛൻ ഇനി ചെല്ലുക, ഇനി കാട്ടിൽ കഴിഞ്ഞോളൂ, ഞാനൊരു പുസ്തകം തരാം എന്ന് പറഞ്ഞ് ഭാഗവതത്തിലെ ദശമസ്കന്ധം മാത്രമായിട്ട് ആർക്ക് കൊടുത്തു? അച്ഛന് കൊടുത്തു. ഇത് കൊണ്ടുപോയിക്കോളൂ, അച്ഛന് നല്ലതേ വരുള്ളൂ, ഒരു വിഷമം ഉണ്ടാവില്ല. ഈ സ്കന്ധത്തിൽ, ദശമസ്കന്ധത്തിൽ ഒരു ഉണ്ണിയുണ്ട്. ദുന്ധുകാരിയെ പോലെയല്ല, നീലമേഘ ശ്യാമളനാണ്, ശംഖചക്ര ഗദാധാരിയാണ്. ഈ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴലേ ഉള്ളൂ, ചൂരലില്ല, അടിക്കാൻ അറിയില്ല, കണ്ണുരുട്ടാൻ അറിയില്ല. കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ മാത്രമാണ്. തന്നെ ആശ്രയിക്കുന്നവരെയും മാത്രമല്ല, ആശ്രയിക്കാത്തവർക്കും അഭയം കൊടുക്കും. എന്താണ്? അങ്ങനെയൊരു സ്വഭാവമാണ്. അതുകൊണ്ട് ഈ ഒരു ഗ്രന്ഥം പഠിച്ചോളൂ. ദശമസ്യ പാഠാത്, ദശമസ്കന്ധം മാത്രമായിട്ട്. സീനിയർ സിറ്റിസന് വേറെ ക്യൂ ഉണ്ടാവുമല്ലോ, അതേപോലെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇനി മുഴുവൻ വായിച്ചെനിക്കൊരു സാരമില്ല. ദശമസ്കന്ധം മാത്രം വായിച്ചാലും പഠിച്ചാലും മുഴുവൻ കേട്ട ഫലം എന്നുള്ള മട്ടിൽ ദശമസ്കന്ധം ആർക്ക് കൊടുത്തു? ഈ അച്ഛന് കൊടുത്തു. ആ സിദ്ധൻ്റെ അനുഗ്രഹം വെറുതെ എന്ന് വിചാരിക്കരുത്. അദ്ദേഹം പറഞ്ഞതൊന്നും വെറുതെ ആയില്ല. ആ പഴം കൊടുത്തോളൂ, ഉണ്ണിയുണ്ടാവും, നേരെയാവും എന്ന് പറഞ്ഞത് വെറുതെ ആയില്ല. ആ പഴം കൊടുത്തു. ആർക്ക്? പശുവിന് ഉണ്ണിയുണ്ടായി. ആര്? ഗോകർണൻ. അത് കാരണം ആര് നേരെയായി? ആ ഗോകർണം കാരണമാണ് ഇപ്പോൾ ആത്മദേവൻ നേരെയായത്. ആത്മദേവൻ ആ ഗ്രന്ഥം കൊടുത്തു. ആത്മദേവൻ അത് ഏകാന്തത്തിലിരുന്ന് കാട്ടിൽ പോയി ഇരുന്ന് സേവിച്ചു. ഏത്? ഈ ഭാഗവതം ദശമസ്കന്ധം സേവിച്ചിട്ട് അദ്ദേഹത്തിന് വിഷമങ്ങൾ തീർന്നു, പാപം നീങ്ങി, ജീവൻ മുക്തനായി, അജ്ഞാനം നീങ്ങി മുക്തനായി. അതാണ് കഥ. ഇതാണ് ദശമസ്കന്ധത്തിൻ്റെ മാഹാത്മ്യം, യോഗ്യത. കുറച്ച് മറ്റ് സ്കന്ധങ്ങൾ മോശം എന്നല്ല, പക്ഷേ ദശമസ്കന്ധത്തിന് കുറച്ച് അധികം പ്രാധാന്യം ഭാഗവതം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 90 അധ്യായങ്ങൾ. 9 അധ്യായം ഉണ്ടെങ്കിൽ തന്നെ കേമെന്നാണ് പറയുക. ചില കഥകൾ നോക്കിയാൽ മനസ്സിലാക്കാം. ബലിചരിത്രം 9 അധ്യായങ്ങളാണ്, പൃഥുചരിത്രം 9 അധ്യായങ്ങളാണ്. ദശമസ്കന്ധം എത്തിയാൽ 90 അധ്യായങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനമെന്നർത്ഥം. അതിലെല്ലാം ഉണ്ട്. ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ വർണ്ണിച്ചുകൊണ്ട് എങ്ങനെയാണോ ഈ ലോകത്ത് വ്യവഹരിക്കേണ്ടത്, കുടുംബമായിട്ടിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം, ഭഗവാന്റെ കുടുംബലീല, ഗൃഹസ്ഥനായും കൊണ്ട് ഭഗവാൻ കഴിയുന്നത്, ഭഗവാൻ അച്ഛനായത്, മുത്തച്ഛനായത്, അതൊക്കെ ഭാഗവതത്തിൽ കാണാം. അവസാനം 90-ാം അധ്യായത്തിൽ ആ ഭക്തിയെപ്പറ്റി വിസ്തരിച്ച് വർണ്ണിച്ചും കൊണ്ടും നല്ല ബ്രഹ്മത്തെപ്പറ്റി വർണ്ണിക്കുന്നില്ല ഉണ്ട്. എവിടെ? ശ്രുതിഗീതയിൽ വിസ്തരിച്ച് നിർഗുണമായ ബ്രഹ്മത്തെ എങ്ങനെയാണ് സഗുണമായ വേദം സ്തുതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദശമം മുഴുവൻ വായിച്ച ഫലമായി. ഭാഗവതം മുഴുവൻ രസമായിട്ടിരുന്ന് കേൾക്കാൻ സാധിക്കും. തനി ലൗകികർക്ക് പോലും മനസ്സ് അടങ്ങും. ആ ഭാഗത്തിനാണ് ദശമസ്കന്ധത്തിൻ്റെ രീതി. അങ്ങനെ അത് വായിച്ചു. ആ
ആത്മദേവൻ ജീവൻമുക്തനായെന്ന് കഥ. പക്ഷേ ദുന്ധുളി ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ട പോവുമോ? അച്ഛൻ പോയതിന് ശേഷം പിന്നെ അമ്മയ്ക്കായി ബുദ്ധിമുട്ട്. എവിടെയാണ് അച്ഛൻ കാശ് വെച്ചത് ചോദിച്ചാൽ അമ്മയെ തല്ലാൻ തുടങ്ങി. മകൻ്റെ തല്ലുകൊണ്ട് മരിക്കേണ്ട കരുതിയിട്ടാവണം ദുന്ധുളി കിണറ്റിലേക്ക് എടുത്ത് ചാടി അങ്ങനെ ശ്വാസം മുട്ടി. പാവം, അവൾ മരിച്ചു. ഭർത്താവിനെ പറ്റിച്ചില്ലേ, ആ മഹാത്മാവിനെ നിന്ദിച്ചില്ലേ, അതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ചു എന്ന് കൂട്ടുക. ഏതായാലും ദുന്ധുകാരിക്ക് ഇപ്പോൾ സുഖമായി, ചോദിക്കാനും പറയാനും ആരുമില്ല. അനവധി ദിക്കിൽ നിന്നായിട്ട് പല സ്ത്രീകളെയും കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടുണ്ട്. പറയുമ്പം ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് ആ വക കാര്യങ്ങളൊന്നും നിശ്ചയില്ല. ഇപ്പം ജീവിക്കണമെങ്കിൽ കക്കണം എന്നായി അദ്ദേഹം. കക്കലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പണി. ഒരിക്കൽ രാജഭണ്ഡാരം കൊള്ളയടിച്ചു. തൻ്റെ പത്നിമാർ, ഭാര്യമാരെന്ന് പറയാൻ വയ്യ, വേശ്യാ സ്ത്രീകളാണ്, 5 പേര് വീട്ടിലുണ്ട്. അവർക്ക് ഇദ്ദേഹം കൊണ്ടുവന്ന ആ സ്വർണ്ണ നാണയങ്ങളും പണ്ടങ്ങളും കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് രാജഭണ്ഡാര കൊള്ളയടിച്ചത്. ഇതുവരെയുള്ളതുപോലെയല്ല, ഇതിൻ്റെ പിന്നിൽ കേസ് വരും, ഉറപ്പാണ്, ആളെ പിടിക്കും. ദുന്ധുകാരിയെ പിടിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അയാളെ പിടിച്ചാൽ നമുക്കെന്താ. പക്ഷേ ആളെ മാത്രമല്ല കൊണ്ടുപോവുക, തൊണ്ടി മുതലും കൊണ്ടുപോകും. ഈ സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും പട്ടുസാരിയൊക്കെ നഷ്ടപ്പെട്ടാൽ അതിൽ വിഷമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ആ 5 പേരും കൂടി തീരുമാനിച്ചു നമുക്ക് തെളിവ് നശിപ്പിക്കാം. ആരാ തെളിവ്? ദുന്ധുകാരി. അയാളെ തെളിവ്, അയാളെ നശിപ്പിക്കാം എന്ന് തീരുമാനിച്ച് അദ്ദേഹത്തിന് നല്ലോണം മദ്യം കൊടുത്തു. അതൊക്കെ കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കുന്ന സമയത്ത് കയറ് കൊണ്ടുവന്ന് കഴുത്തിൽ കെട്ടി. 2 സ്ത്രീകൾ ഒരു ഭാഗത്തുനിന്ന്, 2 സ്ത്രീകൾ ഈ ഭാഗത്തുനിന്ന്, 2 ഭാഗത്തുനിന്നായിട്ട് വലിച്ചു. ഒരു സ്ത്രീ ബാക്കിയുണ്ട്. അദ്ദേഹം അങ്ങോട്ട് വായ തുറന്നപ്പോൾ അവൾക്ക് പേടിയായി. അവൾ വേഗം അടുക്കളയിൽ പോയിട്ട് ചിരട്ടക്കണൽ കൊണ്ടുവന്ന് ഇയാളുടെ വായിലങ്ങോട്ട് നിറച്ചു. നല്ല മരണം. അസലായിട്ട് അങ്ങോട്ട് ആര് മരിച്ചു? ആ ബന്ധുകാരി അങ്ങനെ അങ്ങോട്ടും മരിച്ചു. ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണം. എന്തൊക്കെ ചീത്ത പറഞ്ഞു അച്ഛനെയും അമ്മയൊക്കെ, അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ട. അതാണ് വായിൽ ചിരട്ടക്കണൽ വെച്ചത്. കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് കൂട്ടിയാൽ മതി. അദ്ദേഹം പ്രേതമായി മാറി. വെറും പ്രേതമല്ല, മഹാപ്രേതമായി മാറി. അങ്ങനെ ഒരു സങ്കല്പം മഹാത്മത്തിൽ കാണാം. മഹാപ്രേതം. ഗോകർണൻ നാട്ടിലില്ല. അദ്ദേഹം കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തീർത്ഥാടനമായിട്ട് നടക്കുകയാണ്. അങ്ങനെ ബദരി, കേദാർനാഥ്, ഗംഗോത്രി, യവനോത്രി ഒക്കെ അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം അങ്ങനെ ഒരിക്കൽ തൻ്റെ നാട്ടിൽ വന്നപ്പം അവിടെ ഉള്ളവർ പറഞ്ഞു തറവാട്ടിക്ക് പോകണ്ട, അവിടെ പ്രേതമുണ്ട്, ഭൂതമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഗോകർണന് പിന്നെ ഒറ്റ ഭൂതമേ ഉള്ളൂ, ഏകോ വിഷ്ണു മഹത്ഭൂതം. വിഷ്ണു അല്ലാണ്ട് വേറൊരു ഭൂതം ഇല്ല. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എന്തായാലും തറവാട്ട് തന്നെയാണ് കിടക്കണതെന്നും പറഞ്ഞ് അദ്ദേഹം തറവാട്ടിലേക്ക് പോയി. അവിടെ അന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് പല വേഷത്തിൽ ആര് വന്നു? ദുന്ധുകാരി. ബുദ്ധിമുട്ടിക്കാനുള്ള ഉദ്ദേശത്തിലല്ല, കാരണം ദേഹമില്ലാത്തത് കൊണ്ട് സംവദിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നാം മിണ്ടാനുള്ള മാധ്യമമില്ല. അതുകൊണ്ട് പല രൂപത്തിൽ ഇങ്ങനെ വരെ വായുവായിട്ട് വന്നു, അഗ്നിയായിട്ട് വന്നു. സംഗതി മനസ്സിലായി ആർക്ക്? ഈ ഗോകർണ ദുന്ധുകാരിയെ മനസ്സിലാക്കി. തൻ്റെ കയ്യിലുള്ള കിണ്ടിയെടുത്തു, ലേശം ജലം കയ്യിലെടുത്ത് ജപിച്ചങ്ങോട്ട് തളിച്ചപ്പം ആരെ കണ്ടു? ദുന്ധുകാരിയെ കണ്ടു. ഉടനെ പറഞ്ഞു, സഹോദര, നീ മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞ അന്ന് തന്നെ ഞാൻ ശ്രാദ്ധ കൂട്ടിയതാണ്. പിന്നെ ഗയയിൽ പോയിട്ട് ശ്രാദ്ധ കൂട്ടി. ഗയാശ്രാദ്ധ കൂട്ടിയാൽ വിഷമങ്ങളൊക്കെ തീരേണ്ടതല്ലേ, എന്നിട്ട് നിനക്ക് മുക്തി കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ച സമയത്ത് ദുന്ധുകാരി പറഞ്ഞു, നീ ഒന്നല്ല 100 ഗയാശ്രാദ്ധ കൂട്ടിയാലും എനിക്ക് മുക്തി കിട്ടില്ല. കൈകൊണ്ടാണ് ഞാൻ അച്ഛനെ തല്ലിയത്, നാവ് കൊണ്ടാണ് ചീത്ത പറഞ്ഞത്. നേരെയാവും തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇത്രയും ഭാവിയായിട്ടുള്ള ഞാൻ നേരെയാവാൻ എന്താ വേണ്ടത്? നേരെയാവണമെന്ന് മോഹമുണ്ട്. നേരെയാവാൻ എന്താ വേണ്ടത്? നീ ചെയ്തു തരില്ലേ? എനിക്ക് ബന്ധുവായിട്ട് ഇപ്പം ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ദുന്ധുകാരി ഗോകർണനെ ആശ്രയിച്ചപ്പോൾ ഗോകർണനും ആലോചിച്ചു, എന്താ ഇപ്പോൾ വേണ്ടു? ഇത്രയും വലിയൊരു പാപം ചെയ്ത് അദ്ദേഹത്തെ എങ്ങനെ ശുദ്ധാക്കും? എന്ത് കർമ്മ പറയണ്ടു? എന്താ ഇപ്പോൾ ഈ പ്രേതത്തിനോട് പറയേണ്ടത്? അദ്ദേഹത്തിനും ഉത്തരമില്ല. അദ്ദേഹം എന്നും ഗായത്രി ജപിക്കുന്ന ആളാണ്. സഹസ്രാവൃത്തി 1008 രാവിലെയും വൈകുന്നേരം ജപിക്കും. താൻ ഉപാസിക്കുന്ന ദേവൻ സൂര്യനാണ്. സൂര്യദേവനോട് തന്നെ ചോദിച്ചു, ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. സദ്ബുദ്ധി കാണിച്ചിരണേ, എൻ്റെ സഹോദരനെ നേരെയാക്കാൻ ഞാനെന്താ വേണ്ടു എന്നുള്ള അന്വേഷണം സൂര്യദേവൻ പറഞ്ഞു കൊടുത്തു അത്രേ. എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ തോന്നിയെന്നർത്ഥം. സൂര്യദേവൻ പറഞ്ഞു കൊടുക്കുക പറഞ്ഞാൽ ബുദ്ധിയിൽ തോന്നിയില്ലേ? സത്സംഗം നടത്തണം തോന്നിയില്ലേ? ആര് തോന്നി? നമുക്ക് തോന്നിയതല്ല. സൂര്യദേവൻ ഭഗവാൻ സദ്ബുദ്ധി ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് തോന്നുകയാണ്. അതാണ് താല്പര്യം. അല്ലാണ്ട് സൂര്യദേവൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു വത്സ ഉണ്ടാവില്ല എന്നല്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം, പക്ഷേ അത്ര പ്രതീക്ഷിക്കേണ്ട. ഓരോ സമയത്ത് നമുക്കങ്ങനെ വേണ്ടത് തോന്നുക, നല്ല കാര്യങ്ങൾ തോന്നുക, അത് തന്നെയാണ് ഉള്ളിൽ ബുദ്ധിക്ക് തെളിച്ചുണ്ടാകുമ്പം എടുക്കുന്ന തീരുമാനം എന്താവും? നന്നാവും. അതിൻ്റെ ഫലവും മനോഹരമാവും, മംഗളമാവും എന്നർത്ഥം. അങ്ങ് ഭാഗവതം വായിച്ച് കേൾപ്പിക്കും, വേറെ ലക്ഷ്യമൊന്നുമില്ല, അത് മതി.
ദുന്ധുകാരി നേരെയാവും എന്നാര് പറഞ്ഞു? സൂര്യദേവൻ ഉള്ളിൽ തോന്നിപ്പിച്ചു. അങ്ങനെ ആവാം എന്ന് കരുതി അദ്ദേഹം ഇരുന്നു. എങ്ങനെയാപ്പം ഈ ദുന്ധുകാരി ഒരു ഭാഗത്തിരുത്തുക? കാരണം ദേഹമില്ല. അപ്പം ദേഹം എന്ന് സങ്കല്പിച്ച് പണ്ട് മുളന്തണ്ടെടുത്തു. ഇന്നാണെങ്കിൽ വെള്ളിപ്രതിമ അതിലാവാഹിക്കുക ചെയ്യുക. അങ്ങനെ പതിവുണ്ട്. പ്രേതവായന എന്നാണ് പറയുക. വേർപാടിനൊക്കെ ഉണ്ടാവും, ചിലക്ക് പരിചയം ഉണ്ടാവും. ഈ പ്രശ്നമൊക്കെ വയ്ക്കുമ്പം ചില ദോഷമൊക്കെ കാണുമല്ലോ. വീട്ടിലിങ്ങനെ തൊട്ട് നോക്കാൻ അബദ്ധമാകുമ്പോൾ ചിലർ ജോത്സ്യൻ്റെ അടുത്തേക്കൊക്കെ പോകും. അപ്പോൾ അവരിങ്ങനെ പ്രശ്നം വെച്ചിട്ട് പറയും, ആ പഴയ ആൾക്കാരുടെ കുറച്ചൊരു പ്രശ്നമുണ്ട്, അവരെയൊക്കെ ഒന്ന് പറഞ്ഞയക്കാൻ എന്താ വേണ്ടു ചോദിക്കുമ്പോൾ അവർ പറയും വേർപാട് നടത്തുക. എന്നിട്ട് കൂട്ടത്തിലൊരു ഒരാളെ വിളിച്ചുകൊണ്ടൊന്ന് ഭാഗവതം വായിച്ച് കേൾപ്പിക്കുക. ആർക്ക്? പ്രേതത്തിന്. ഇരിക്കുന്ന സമയത്ത് കേട്ടില്ല, ജീവിച്ചിരിക്കുമ്പോൾ എവിടെയെങ്കിലും പോരുന്ന ലേശം കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവില്ല. ഇനി മരിച്ചാലും വിടില്ല എന്നർത്ഥം. അതാ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ താല്പര്യം എന്താ വെച്ചാൽ ഭാഗവതം കേൾക്കാണ്ട് ഇനി എവിടെ പോയിട്ടും കാര്യമില്ല. ഇനി മരിച്ചാലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് കേൾപ്പിച്ച് വിടും. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ വെള്ളിപ്രതിമ, പണ്ട് വെള്ളിപ്രതിമയിലല്ല, മുളന്തണ്ടിൽ ഇത് ഇങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ 7 കമ്പുള്ളൊരു മുളന്തണ്ടെടുത്ത് ദേഹമെന്ന് സങ്കല്പിച്ച് ആ ദുന്ധുകാരിയെ അതിലിരുത്തി ആര്? ഈ ഗോകർണൻ. അങ്ങനെ വായിച്ച് കേൾപ്പിക്കുകയാണ്. ഈ വാർത്ത കേട്ട് ഭാഗവതം കേൾക്കാനുള്ള അവസരമില്ലെന്ന് കരുതി കുറച്ച് സജ്ജനങ്ങൾ, ഭക്തന്മാരൊക്കെ അവിടെ വന്നിരുന്നു, കേട്ടു. ഓരോ ദിവസം വായിച്ചങ്ങോട്ട് നിർത്തുമ്പോഴും ഓരോ കമ്പായിട്ട് അങ്ങനെ പൊട്ടാൻ തുടങ്ങി. നമ്മുടെ ഉള്ളിലുള്ള പാപം ഇങ്ങനെ നശിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും അങ്ങനെ ഉള്ളിൽ വിഷമങ്ങളൊക്കെ തീരുന്നു, പാപം നശിക്കുന്നു. 7ാമത്തെ ദിവസം അങ്ങോട്ട് വായിച്ച് സമർപ്പിച്ച സമയത്ത് ആ 7ാമത്തെ കമ്പ് അങ്ങോട്ട് പൊട്ടി, ആ മുള പൊട്ടിത്തെറിച്ച് ആ സ്ഥാനത്ത് കാണുന്നത് പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം. നീലമേഘ ശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി പുഞ്ചിരിച്ചും കൊണ്ടുള്ളൊരു രൂപം കണ്ടു. ഗുരുവായൂരപ്പനാന്നാ വിചാരിച്ചത്, അല്ലാന്ന് പറയാൻ പറ്റില്ല. ആരാത്? ദുന്ധുകാരിയാണ്. ദുന്ധുകാരി ഇങ്ങനെയല്ലായിരുന്നല്ലോ പണ്ട്. അത് പണ്ട്. അപ്പോൾ ഭാഗവതം കേട്ടില്ലേ? ഇപ്പം നമ്മളെങ്ങനെയാണ് അത് നോക്കണ്ട. 3 ദിവസം കഴിഞ്ഞ് നോക്കൂ, ആൾ മാറിയിട്ടുണ്ടാവും. ഇപ്പം നമ്മളൊക്കെ ദുന്ധുകാരിയൊന്നും പറയണില്ല, അതൊന്നുമല്ല, അത്യാവശ്യമൊക്കെ അത്രയ്ക്ക് അപകടമൊന്നുമില്ല. ദുന്ധുകാരി പോലും നേരെ വെച്ചപ്പോൾ നമ്മളെ കാര്യം പറയാനുണ്ടോ? ഇതിലും വലിയൊരു ഉദാഹരണം ഏതാ വേണ്ടത്? ഇപ്പം ഏത് മഹാത്മ്യ പറയുണ്ടു? ഇത്ര വലിയൊരു പാപി, ഇനി ഇതിനേക്കാൾ വലിയ പാപം എന്താ ഉള്ളത്? അമ്മയെ ചീത്ത പറയുന്നതിന്, അച്ഛനെ തല്ലുന്നതിനേക്കാൾ അച്ഛനും അമ്മയും മരിക്കാൻ കാരണം തന്നെ, അമ്മ മരിക്കാൻ കാരണം ഇയാളാണ്. ഇതിലും വലിയൊരു പാപം ഇനിയിപ്പോൾ എന്താ പറയുണ്ടു? നല്ലൊരു കുലത്തിൽ ജനിച്ചു, ബ്രാഹ്മണ കുലത്തിൽ, അനുകൂല സാഹചര്യം, അതൊക്കെ അദ്ദേഹം നശിപ്പിച്ചു. ഇങ്ങനെ കഴിഞ്ഞിട്ട് അദ്ദേഹം പോലും ഭാഗവതം കേട്ട നേരെയായി എങ്കിൽ ഇത്രയൊന്നും അപകടം നമുക്കില്ലല്ലോ. ഉണ്ടോ? നമ്മൾ കൂട്ടിയാൽ കൂടുമോ? ഇത്ര വൃത്തികേട് കാണിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ നേരെയാവുന്നുള്ള കാര്യം പറയാനുണ്ടോ? ആ ദുന്ധുകാരി പോലും ഗുരുവായൂരപ്പൻ്റെ രൂപമായി മാറി, ഉള്ള ശുദ്ധമായി നർത്തം, ഭഗവാന് സമമായി വിമാനം വന്നു, വൈകുണ്ഠത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താല്പര്യം വിമാനം എന്ന് പറഞ്ഞാൽ വികതഃ മാനഃ, മാനം അഭിമാനമൊക്കെ പോയി. താൻ ദേഹമാണെന്നുള്ള അഭിമാനം ഇല്ലേണ്ടി. അതാണ് വിമാനം വന്നു പറഞ്ഞ താല്പര്യം. എന്താ? ഭാഗവതമൊക്കെ കേൾക്കുമ്പം ഞാൻ ഈ ശരീരമാണെന്നുള്ള ചിന്ത, തെറ്റിദ്ധാരണയാണത്, അതില്ലേണ്ടിയാവും. അതാണ് വിമാനം. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരമാണ് ഞാൻ എന്നുള്ള ചിന്ത കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. ദുഃഖത്തിനെയാണ് കുണ്ഠത എന്ന് പറയുക. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠത നീങ്ങി, ദുഃഖങ്ങളൊക്കെ നീങ്ങി, പ്രയാസങ്ങളൊക്കെ തീർന്നു. ഇന്നലെ വരെയുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇപ്പം ഒക്കെ അവിടെ ഉണ്ടാവും, പക്ഷെ എന്നെ ബാധിക്കുന്നില്ല. അത് തന്നെ ബാധിക്കുന്നില്ല. അതെൻ്റെ ദേഹത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഈ ദേഹം ഞാനല്ല എന്നുള്ള കാര്യം ഉറച്ചാൽ പിന്നെ അയാൾക്ക് ദുഃഖമില്ല. അതാണ് വർണ്ണിച്ചത്. ഏതായാലും അവിടെ വെച്ച് ചെറിയൊരു സംശയം ഗോകർണനുണ്ടായി. കാരണം വായിച്ചത് ഞാനാണ്, കേട്ട ദുന്ധുകാരിക്ക് വിമാനം വന്നു പറഞ്ഞെനിക്ക് വിഷമമുണ്ടാവില്ലേ? ഇത്രയൊക്കെ മെനക്കെട്ടിട്ട് പറയുമ്പം പറയുന്ന ആൾക്കെന്തില്ല, വിമാനമില്ല. കേട്ട ദുന്ധുകാരിക്ക് അത് പറയാൻ പറ്റില്ല. ചിലൊക്കെ ചോദ്യം അതാണ്. നമുക്കെന്നെ അറിയാം, ഭാഗവതം പറയണവരെക്കാൾ ശ്രദ്ധയും ഭക്തിയുള്ള എത്രയോ പേര് കേൾക്കാൻ ഇരിക്കും. ആചാര്യന് കിട്ടിക്കോളൊന്നുമില്ല, പക്ഷെ കേൾക്കുന്നവർക്ക് കിട്ടും. ഈ ഗോകർണൻ്റെ സംശയം ഇത്രയും ശ്രദ്ധിച്ച് ഭക്തിയോടുകൂടി പറഞ്ഞ എനിക്ക് എന്തുകൊണ്ട് വിമാനം വന്നില്ല, ദുന്ധുകാരിക്ക് മാത്രം എങ്ങനെ വിമാനം വന്നു? അപ്പോൾ അവിടുന്ന് അശരീരി ഉണ്ടായി. ശ്രവണസ്യ വിഭേദേന. ഗോകർണ, ശ്രദ്ധയുടെ പ്രത്യേകത അനുസരിച്ചാണ്. എന്താണ് പറഞ്ഞ തന്നേക്കാൾ ശ്രദ്ധിച്ചിട്ടാണോ ദുന്ധുകാരി കേട്ടത്? പറഞ്ഞ ആളേക്കാൾ ശ്രദ്ധിച്ചിട്ടാണ് ആര് കേട്ടത്? ദുന്ധുകാരി കേട്ടത്. ഗോകർണന് ഭാഗവതം ശ്രദ്ധ ഇല്ല എന്നല്ല, ഒക്കെ ഉണ്ട്, പക്ഷേ ദുന്ധുകാരിയുടെ അത്ര ഇല്ലായിരുന്നു. ദുന്ധുകാരിക്ക് ഇത്ര ശ്രദ്ധ ഉണ്ടാവാൻ കാരണം എന്താ? ദുന്ധുകാരിക്ക് ഇതല്ലാണ്ട് വേറെ വഴിയില്ല എന്നുള്ളത് ഉറപ്പുണ്ട്. എന്താണ്?
വേറൊരു രക്ഷയില്ല. എത്രയോ കാലം അങ്ങനെ അലഞ്ഞു നടന്നതാ. ഭാഗവതം കേൾക്കല്ലാണ്ട് വേറൊരു മന്ത്രമോ വ്രതമോ എന്തെങ്കിലും ഒന്നുമില്ല, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതല്ലാണ്ട് വേറെ വഴിയില്ലാന്നുള്ള ആ ഉറപ്പാർക്കുണ്ട്, ദുന്ധുകാരിക്കുണ്ട്. ഈ മട്ടിൽ വേണം ഭാഗവതം കേൾക്കാൻ. ഇത് കേൾക്കലാണ് പ്രധാനം, ഇതല്ലാണ്ട് വേറെ വഴി ഞാൻ നേരെയാവാനില്ല എന്നുള്ള ഉറപ്പോടുകൂടി വേണം എന്ത് കേൾക്കാൻ. അങ്ങനെയാണെങ്കിൽ നേരെയാവും. അത്ര ഉറപ്പോടുകൂടി അല്ലെങ്കിലോ എനിക്കിപ്പോൾ ഇത് എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, എനിക്ക് അക്കൗണ്ടിൽ എത്ര ഉണ്ടെന്ന് അറിയോ തിരുമേനി, എനിക്കറിയും വേണ്ട, എന്നൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇത് വേണ്ട. ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും, ആരോഗ്യം ഉണ്ടെങ്കിലും, ഭാര്യ ഉണ്ടെങ്കിലും, മക്കളുണ്ടെങ്കിലും, കാശുണ്ടെങ്കിലും ഭാഗവതം വേണം. ഇത് കേട്ടാൽ തന്നെ ഞാൻ നേരെയാവുള്ളൂ, ഹൃദയം ശുദ്ധമാവുള്ളൂ എന്നുള്ള ഉറപ്പോടുകൂടി വേണം ഭാഗവതം കേൾക്കുക. അതാണ് താല്പര്യം. അത് മനസ്സിലാക്കി അദ്ദേഹം ഗോകർണം പറഞ്ഞാൽ ഒന്നും കൂടി നടത്തുകയാണ്. സത്സംഗം ഒന്നും കൂടി താല്പര്യമുള്ളവർക്ക് ഇരിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെയാണ് നമുക്കും ആനന്ദമായിട്ടിരിക്കാം. അത് കേട്ട സമയത്ത് അവരൊന്നും കൂടിയും കേട്ടു. ആ കേട്ടവർക്കൊക്കെ വിമാനം വന്നു, ഗോകർണം വന്നു, കേട്ടവർക്കൊക്കെ വിമാനം വന്നു. ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നർത്ഥം. അതാണ് താല്പര്യം. നാളൊരു ആചാര്യം പറഞ്ഞു, അതല്ല, ഭാഗവതം കേട്ടാൽ എന്താ ഗുണം എന്നാണെങ്കിൽ അവിടെ ഉള്ളവർക്കൊക്കെ ഭാഗവതം ഇനിയും ഇനിയും കേൾക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്താണ് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയുള്ള കേൾക്കാനുള്ള അവസരം ആരുണ്ടാക്കും? ഭഗവാൻ. ഇനി അതല്ല, വൈകുണ്ഠമാണ് ആഗ്രഹിക്കുന്നത്, അത് കൊടുക്കും. ബന്ധുകാരിയെ സംബന്ധിച്ചിട്ട് വേഗം പോകണം, തനിക്ക് മുക്തി വേണമെന്നായിരുന്നു ആഗ്രഹം, അത് കൊടുത്തു. അവിടെ കേൾക്കുന്നവർക്ക് ഒരു സത്സംഗം കൂടി ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അതാണ് താല്പര്യത്ര. എന്തായാലും ആഗ്രഹിക്കുന്നത് ലഭിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ സമാധാനമായിട്ടിരിക്കുക, ഇനി പോകുമ്പോൾ വിഷമമില്ലാണ്ട പോവാം. അതാണ് ഈ ഒരു ഭാഗവതം കേട്ടാലുള്ള ലാഭം. അങ്ങനെയൊരു കാരുണ്യം ഭഗവാൻ നമ്മളോടും കാണിച്ചു. ഭാഗവതത്തെ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അതിൽ ദശമസ്കന്ധം മാത്രമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. അതിൽ അവതാരം വായിച്ച് നമുക്ക് രാവിലത്തെ ഈ ഒരു പ്രഭാഷണം ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ തൃതീയോധ്യായ. ശ്രീശുക ഉവാച. അഥ സർവഗുണോപേതഃ കാലഃ പരമശോഭന യർഹ്യേവാജനജന്മർക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശ പ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠപുരഗ്രാമവ്രജാകര നദ്യഃ പ്രസന്നസലിലാഹൃദാ ജരുഹശ്രിയ ദ്വിജാളികുലസന്നാദസ്തപകാവനരാജയ വവൗ വായുഃ സുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിന്നേതുഃ ദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാസ്തുഷ്ടുവുഃ സിദ്ധചാരണാഃ വിദ്യാധര്യശ്ച നൃതുഃ അപ്സരോഭിः സമം തദാ മുമുചുർമുനയോ ദേവാഃ സുമനാംസി മുദാന്വിതാഃ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീധേ തമൗദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണുഃ സർവഗുഹാശയ ആവിരാസീയത് യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഉച്ചത്തിലെല്ലാവരും ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്യുഷാ പരിഷ്വക്തസഹസ്രകുണ്ടളം ഉദ്ദാമകാഞ്ജംഗദകങ്കണാദിഭിർവിരോചമാനം വസുദേവൈക്ഷത. ഗോവിന്ദനാമ സങ്കീർത്തനം. സവിസ്മയോദ്ഫുല്ലവിലോചനോ ഹരിം സുതം വിലോക്യാനകദുന്ദുഭിസ്തദാ കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പൃശൻ ബുധാ ദ്വിജേഭ്യോ യുധമാപ്ലുതോ ഗവാം അഥൈനമസ്തൗ തവധാരി പൂരുഷം പരം നതാംഗഃ കൃതദീഃ കൃതാഞ്ജലിഃ സ്വരോജുഷാ ഭാരതസൂതികാഗൃഹം വിരോചയന്തം ഗദഭീഃ പ്രഭാവിത്. വസുദേവ ഉവാച. വിദിതോऽസി ഭവാൻ സാക്ഷാത് പുരുഷപ്രകൃതേഃ പരാ കേവലാനുഭവാനന്ദസ്വരൂപः സർവബുദ്ധിദൃഗ് സ ഏവ സ്വപ്രകൃത്യതം സൃഷ്ടുവാഗ്രേ ത്രിഗുണാത്മകം തദനുത്വം ഹ്യപ്രവിഷ്ടഃ പ്രവിഷ്ട ഇവ ഭാവ്യസേ യഥേമേ വികൃതാ ഭാവാഃ തഥാ തേ വികൃതൈഃ സഹ നാനാവീര്യാः പൃഥക്ഭൂതാ വിരാജം ജനയന്തിഃ
സന്നിപത്യ സമുത്പാദ്യ ദൃശ്യന്തേനുകഥാ ഇവ പ്രാഗേവ വിദ്യമാനത്വാന്ന തേഷാമിഹ സംഭവഃ ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണൈഃ ഗ്രാഹ്യർഗുണൈः സന്നപി തദ്ഗുണാഗ്രഹः അനാവൃതത്വാദ് ബഹിരന്തരം നതേ സർവസ്യ സർവാത്മനാത്മവസ്തുനഃ യാത്മനോ ദൃശ്യഗുണേഷു സന്യതിവ്യവസ്യതേ സ്വവ്യതിരേകതോ ബുധ വിനാ അനുവാദം ന ച തന്മനീഷിതം സമ്യക് യതസ്ത്യക്തമുപാദതത്പുമാൻ ത്വത്തോസ്യ ജന്മസ്ഥിതി സംയമാൻ വിഭോ വദന്ത്യനീഹാതഗുണാത വിക്രിയാത് ത്വയീശ്വരേ ബ്രഹ്മണിനോ വിരുധ്യത്തെ ത്വദാശയത്വാദുപചര്യത്തെ ഗുണൈഃ സത്വം ത്രിലോകസ്ഥിതയേ സ്വമായയാ വിഭർഷി ശുക്ലം ഖലു വർണ്ണമാത്മനഃ സർഗായ രക്തം രസോപർമിഹിതം കൃഷ്ണം ച വർണ്ണം തമസാ ജനാത്യേ ത്വമസ്യ ലോകസ്യ വിഭോരിഷിക്ഷുഃ ഗൃഹേവതീർണോऽസി മമാഖിലേശ്വര രാജന്യസജ്ഞാസുരകൂടിയൂഥപൈഃ നിർവ്യൂഹ്യമാനാ നിഹരിഷ്യസേ ച മോഹു അയം തു സഭ്യസ്തവ ജന്മനൗ ഗൃഹേ ശ്രുത്വാഗ്രജാന്തെ ന്യവതീത്സുരേശ്വര സതേവതാരം പുരുഷൈഃ സമർപ്പിതം ശ്രുത്വാധുനൈവാഭിസരത്യുദായുധ ശ്രീശുക ഉവാച അഥൈനമാത്മജം വീക്ഷ്യ മഹാപുരുഷലക്ഷണം ദേവകീ തമുപാധാവത് കംസാത് ഭീതാ ശുചിസ്മിതാ ദേവക്യുവാച രൂപം യത്തത്പ്രാവുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപഃ നഷ്ടേ ലോകേ ദ്വിപരാർദ്ധാവസാനേ മഹാഭൂതേഷ്വാദിഭൂതം ഗതേഷു വ്യക്തേ വ്യക്തം കാലവേഗേന യാത്തെ ഭവാനേകശ്ചിച്യതേ ശേഷസംജ്ഞഃ സോയം യോയം കാലസ്തസ്യ തേ അവ്യക്തബന്ധോ ചേഷ്ടാമാഹുശ്ചേഷ്ടതേ യേന വിശ്വം നിമേഷാതിർവത്സരാന്തോ മഹീയാൻ തം ത്വേഷാനം ക്ഷേമധാമ പ്രപദ്യേ മർത്യോ മൃത്യുവ്യാളഭീതപലായൻ ലോകാൻ സർവാൻ നിർഭയം നാദ്യഗച്ഛത് ത്വത്പാദാബ്ജം പ്രാപ്യദൃച്ഛയാദ്യ സ്വസ്ഥശ്ചേതേ മൃത്യുരസ്മാദപൈതി സത്വം ഘോരാദുഗ്രസേനാത്മജാന്നത്രാഹിത്രസ്താൻ ഭൃത്യവിത്രാസഹാസി രൂപം ചേതം പൗരുഷം ധ്യാനധിഷ്ണ്യം മാ പ്രത്യക്ഷം മാം സദൃശാം കൃഷിഷ്ഠാഃ ജന്മതേ മയ്യസൗ പാപോ മാ വിദ്യാൻ മധുസൂദന സമുദ്യുജേ ഭവദ്ധേതോഃ കംസാദഹമധീരധീഃ ഉപസംഹര വിശ്വാത്മൻ അതോ രൂപമലൗകികം ശംഖചക്രഗദാ പത്മശ്രിയാ ജുഷ്ടം ചതുർഭുജം വിശ്വം വിദത് സുതനൗ നിശാന്തെ യഥാവകാശം പുരുഷപരോ ഭവാൻ ബിഭർത്തി സോയം മമ ഗർഭഗോഭൂതഹോ നൃലോകസ്യ വിഡംബനം ഹി തത് ശ്രീഭഗവാനുവാച ത്വമേവ പൂർവസർഗേ ഭൂഃ പൃശ്നിസ്വായം ഭുവേ സതി തദായം സുതപാനാമ പ്രജാപതിരകൽമഷഃ യുവാം വൈ ബ്രഹ്മണാദിഷ്ടൗ പ്രജാസർഗേ യഥാതതഃ സന്യമ്യേന്ദ്രിയഗ്രാമം തേ പാഥേ പരമം തപ വർഷവാതാതപഹിമഘർമകാലഗുണാനനു സഹമാനൗ ശ്വാസരോധവിനിർധൂതമനോമലൗ ശീർണവർണാനിലാഹാര ഉപശാന്തേന ചേതസാ മത്തക്കാമാനഭിപ്സന്തൗ മദാരാധനമീഹതു ഏവം വാം തപ്യതോസ്തീവ്രം തപ പരമദുഷ്കരം ദിവ്യവർഷസഹസ്രാണി ദ്വാദശയോർമദാത്മനോഃ തഥാ വാം പരിതുഷ്ടോऽഹം അമുനാവപുഷാനഘേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്തിയാ ച ഹൃദി ഭാവിതഃ പ്രാദുരാസം വരതരാട് യുവയോः കാമതിത്സയാ പ്രിയതാം വര ഇത്യുക്തേ മാതൃശോ വാം മൃതസുതഃ അജുഷ്ടഗ്രാമവിഷയാ വനപത്യോ ച ദമ്പതി നവവ്രാധേപവർഗം മേ മോഹിതോ മമ മായയാ യതേ മയ്യുവാം ലബ്ധ്വാ വരം മത്സദൃശം സുതം ഗ്രാമ്യാനുഭോഗാനഭുഞ്ജാഥ യുവാം പ്രാപ്തമനോരഥൗ അദൃഷ്ട്വാന്യതമം ലോകേ ശീലൗദാര്യഗുണൈഃ സമം അഹം സ്വതോ വാമഭവം വൃഷ്ണിഗർഭ ഇതി ശ്രുതാ തയോർവാം പുനരേവാഹം അദിത്യാമാസകശ്യപാത് ഉപേന്ദ്രേതി വിഖ്യാതോ വാമനത്വാച്ച വാമനഃ തൃതീയേസ്മിൻ ഭവേഹം വൈ തേനൈവ പുഷാഥവാ ജാതോ ഭൂയസ്തയോരേവ സത്യം മേ വ്യാഹൃതം സതി ഏതദ്വാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യഥാ മദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായത്തെ യുവാൻ മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച സകൃത് ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേഥേ മദ്ഗതിം പരാം ശ്രീശുക ഉവാച ഇത്യുക്ത്വാസിദ് ഹരിസ്തൂഷ്ണീം ഭഗവാനാത്മമായയാ പിത്രോ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃതശിശു തതശ്ച ശൗരിർഭഗവത്പ്രചോദിതഃ സുതം സമാദായ സസൂതികാഗൃഹാത് യഥാ ബഹിർഗന്ധുമീയേഷ തർയജ യാ യോഗമായാദിനിനന്ദജായയാ തയാ ഹൃതപ്രത്യയ സർവവൃത്തിഷു ദ്വാസ്ഥേഷു പൗരേഷു പിശായിതേഷ്വഥ ദ്വാരസ്തു സർവാः പിഹിതാ ദുരത്യയാ ബൃഹത്കവാടായ സകീലശൃംഖലൈः താः കൃഷ്ണവാഹേ വസുദേവാഗതേ സ്വയം വ്യപര്യന്ത യഥാ തമോരവേः വവർഷപർജന്യ ഉവാംശുഗർജിതः ശേഷോ അന്നുഗാദ്വാരിനിവാരയൻ ഭണൈः മഘോ നിവർഷത്യ സകൃത്യമാനുജ ഗംഭീരതോ യോഹിതവർമിഭേനിലാ ഭയാനകാവർത്തശതാകുലാ നദീ മാർഗം ദദൗ സിന്ധുരിവ ശ്രിയഃ പദേः നന്ദവ്രജം ശൗരൂപേതി തത്ര താൻ ഗോപാൻ പ്രസുപ്താനുപലഭ്യനിദ്രയാ സുതം യശോദാശയനി നിധായ തത്സുതാമുപാദായ പുനർഗൃഹാ
बालान् अगात् देवक्या शयनेन्यस्य वसुदेवोऽथ तारिकां प्रतिमुच्य पदोर्लोहम् आस्ते पूर्वदावृता यशोदानन्दपत्नी च जातं परमबुध्यता नदल्लिङ्गं परिश्रान्ता निद्रयावगतस्मृतिः श्रीहरये नमः। श्रीमद्भागवते महापुराणे दशमस्कन्धे पूर्वार्धे कृष्णजन्मनि तृतीयोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनम्। गोविन्द गोविन्द हरे राम 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 हरे 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 कृष्ण 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 हरे हरे।